നാടുകളിൽ നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, നമ്മുടെ നാട്ടുകാരും അറിയാവുന്നവരും കുടുംബക്കാരും ഒക്കെ ആയിരിക്കും ഇതിലെ സ്ഥാനാർത്ഥികൾ. ഒരു വീട്ടിലെ തന്നെ ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും, ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും, നമുക്കെല്ലാവർക്കും അറിയുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ സ്പിരിറ്റ് കൂടുതലാണ്. ആ സമയം വരുമ്പോ, ഇത്തരം തെരഞ്ഞെടുപ്പുകളും മറ്റുമൊക്കെ വരുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം. മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന വാക്കുകൾ നമ്മിൽ നിന്നുണ്ടാവരുത്. ഒരാളുടെ വ്യക്തിത്വത്തിന് പോറലേൽപ്പിക്കുന്ന വർത്തമാനം നമ്മിൽ നിന്നുണ്ടാകരുത്. അയാളെ വിഷമിപ്പിക്കുന്ന വർത്തമാനം ഉണ്ടാവരുത്. നമുക്ക് രാഷ്ട്രീയം പറയാം, പലർക്കും പല ആശയങ്ങൾ ഉണ്ടാവും. ഒരു വീട്ടിലെ തന്നെ വാപ്പയും മക്കളും എല്ലാം ചിലപ്പോൾ ഒരാശയം ഉണ്ടാവണമെന്നില്ല. അതുപോലെ പലർക്കും പലതരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാവാം. ആശയങ്ങൾ ഉണ്ടായിക്കോട്ടെ. തെരഞ്ഞെടുപ്പുകൾ പിന്നെയും വരും. ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും വരും. അടുത്ത വീണ്ടും അവസരം വരുമ്പോൾ അടുത്ത ആളുകൾ വരും. പക്ഷേ ഇതിലൊക്കെ ഇടപെടുന്ന മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയുള്ളതാകണം. നാളെ അതിന്റെ പേരിൽ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വരരുത്. അയാൾ പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് നമ്മിൽ നിന്ന് വരരുത്. ഒരു ആരോപണം നമ്മിൽ നിന്നുണ്ടാകരുത്. നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അതിന്റെ ഇടയിൽ ഇത്തരം ചിന്തകൾ, നമ്മളൊരു മുസ്ലിമാണ്, റബ്ബിന്റെ കോടതിയിൽ എത്തിച്ചേരുമെന്ന ചിന്ത എപ്പോഴും നമ്മുടെ കൽബിലുണ്ടാവണം.